ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ 6.5 പതിറ്റാണ്ട് കാലം ആഗ്രഹിച്ചിരുന്ന ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് 2023 സെപ്റ്റംബർ മാസം 14-ാം തീയതി കേരള സംസ്ഥാന നിയമസഭ ഏകണ്ഠമായി പാസാക്കിയ ഉപനിയോഗ ചട്ട നിയമം. എന്നാൽ നിയമസഭ ഏകണ്ഠമായി അംഗീകരിച്ച ആ ബില്ല് ഒപ്പിടാതെ അങ്ങേയറ്റം രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് ആ ബില്ല് ഒപ്പിടാതിരിക്കുന്ന ഗവർണർ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഈ സാഹചര്യത്തിലാണ് ഇടുക്കി ജില്ല രൂപപ്പെടുത്തിയ 52ാമത് ജന്മദിനത്തിൽ ജനുവരി മാസം 26-ാം തീയതി റിപ്പബ്ലിക് ദിനത്തിൽ ഇടുക്കി ജില്ലയിൽ നിന്നും എല്ലാ ജനങ്ങളുടെയും വികാര വിചാരങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് 1,00,000 ഇമെയിൽ അയക്കുന്നതിന് വേണ്ടി CPM ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. ഭൂവിനിയോഗ നിയമം ഭേദഗതി ഒപ്പിടുന്നതിൻ്റെ ഭാഗമായി കേരള ഗവർണർക്ക് താൻ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയായ BJPക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള പ്രത്യയശാസ്ത്ര രാഷ്ട്രീയ തീരുമാനങ്ങൾക്ക് യാതൊരു വിഘാതം ഉണ്ടാക്കുന്നതല്ല. എങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇത്ര ജനപക്ഷ നിലപാട് സ്വീകരിക്കുമ്പോൾ ആ ഗവൺമെൻറ്റിനോടുള്ള ശത്രുതാ മനോഭാവം വെച്ചു പുലർത്തുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ബില്ലിൽ ഒപ്പിടാതിരിക്കുന്ന ഗവർണറുടെ ഹീനമായ നടപടി. ഈ നടപടിക്കെതിരായി ഇടുക്കി ജില്ലയുടെ 52ാമത് ജന്മദിനത്തിൽ CPMൻ്റെ നേതൃത്വത്തിൽ 1,00,000 ഇമെയിൽ അയച്ച് ഈ ബില്ലിൽ ഒപ്പിടണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ഉജ്ജ്വലമായ സമരത്തിൽ, നമ്മുടെ നാടിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരത്തിൽ, ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ നിങ്ങളെല്ലാവരും പങ്കാളികളാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു.